സൈന്യത്തിന്റെ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ മേജർ ജനറൽ വി.ടി. മാത്യു വയനാട്ടിൽ നിന്ന് മടങ്ങി. ജില്ലാ കളക്ടർ ഡി.ആർ. മേഘശ്രീയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. കേരളത്തിന്റെ മുഴുവൻ സ്നേഹവും കടപ്പാടുമാണ് അദ്ദേഹത്തിന് യാത്രയയപ്പായി നൽകിയത്. ഒരു നാടിന്റെ ഭൂപടം പോലും മാറ്റിയ സമാനതകളില്ലാത്ത ദുരന്തമുഖത്തേക്കാണ് സൈന്യസംഘത്തെ നയിച്ച മേജർ ജനറൽ വി.ടി. മാത്യു എത്തിയത്. പ്രതികൂല കാലാവസ്ഥയിൽ പരിചിതമല്ലാത്ത ഭൂമിയിലേക്കാണ് സൈന്യം എത്തുന്നത്. നൂറുകണക്കിന് ആളുകളെ രക്ഷിക്കാൻ നേതൃത്വം നൽകിയതിനു ശേഷമാണ് അദ്ദേഹം താൽക്കാലികമായി വയനാട്ടിൽ നിന്നും വിട പറയുന്നത്. കേരള കർണാടക ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി.ടി. മാത്യു ദുരന്തഭൂമിയിലേക്ക് രക്ഷാദൌത്യത്തിനായി എത്തുന്നതും നേതൃത്വം ഏറ്റെടുക്കുന്നതും ജൂലൈ 31-നാണ്. അടിയന്തര രക്ഷാദൌത്യത്തിനുള്ള ബെയിലി പാല നിർമ്മാണത്തിലടക്കം രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിലുണ്ടായിരുന്നത് മേജർ ജനറൽ വി.ടി. മാത്യുവും സംഘവുമായിരുന്നു. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഏഴുമുട്ടത്താണ് വി.ടി. മാത്യുവിന്റെ ജനനം. തിരുവനന്തപുരം സൈനിക സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. മദ്രാസ് റെജിമെന്റിലാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തിയിലും ചൈന അതിർത്തിയിലും കമാൻഡിംഗ് ഓഫീസറായി ജോലി ചെയ്തിട്ടുണ്ട്. 2021 രാഷ്ട്രപതിയുടെ യുദ്ധസേവാ മെഡലും കഴിഞ്ഞ വർഷം അതിവിശിഷ്ട സേവാ മെഡലും നേടിയിട്ടുണ്ട്. രക്ഷാദൌത്യം മേജർ ജനറൽ വി.ടി. മാത്യു നിരീക്ഷിക്കുക ഇനി ബംഗളൂരുവിലെ കേരള കർണാടക ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാകും. ന്യൂസ് ഡെസ്ക് ജനം.